ഒരു പ്രത്യേക രീതിയിൽ അവിടെ സന്നിഹിതനായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞ എല്ലാവർക്കും അതുപോലെ ഉണ്ടാവണം എന്നല്ല, ചിലർക്ക് ഉണ്ടാവുന്ന ഒരു മനുഷ്യനിങ്ങനെ നിൽക്കുന്നു, ആൾ ഒരു ഭസ്മമൊക്കെ പൂശിക്ക് നിൽക്കുന്നതായിട്ട് തോന്നിയിട്ടുള്ളത്. പിറ്റേ കൊല്ലം ആറാട്ട് ആ സമയം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ പെരുങ്കുളത്തിൻ്റെ ഊട്ടുപുരയുടെ വടക്കേ വശത്ത് വന്നു കഴിഞ്ഞപ്പോൾ കിഴക്കോട്ട് പാർന്ന് നോക്കുകയാണെങ്കിൽ ആന ഒരു തരത്തിലും പോകുന്നില്ല. തട്ടുകയും മുട്ടുകയും പിടിക്കുകയും ചെയ്തിട്ട് ആന കിഴക്കോട്ട് നീങ്ങുന്നില്ല ആറാട്ടിന് പോകാൻ. എന്താന്ന് ചോദിച്ചിട്ടും ആന നീങ്ങത്തില്ല. ആന വടക്കോട്ട് തിരിഞ്ഞ് നിൽക്കുക. ഈശ്വര വേലായുധ, കൂടുതൽ കാലം എനിക്ക് ആയുസ് മുഴുവൻ 120 വയസ്സ് വരെ കിട്ടണമെന്നൊന്നും ഞാൻ പ്രാർത്ഥിക്കാറില്ല. ഭഗവാൻ എത്രയും കാലം കൂടുതൽ കാലം ഭഗവാന് കൂടുതൽ പൂജ കഴിക്കാനുള്ള ആയുസ്സും ആരോഗ്യവും ഭാഗ്യവും വേലായുധൻ എനിക്ക് തരണം. ഇത്രയും നാൾ തന്നത് തന്നെ ഞാൻ വളരെ സന്തോഷത്തോട് സ്വീകരിക്കുന്നു. ഇനി കുറച്ചു കാലം കൂടെ അവിടുത്തെ പാദസേവയാനുള്ള അനുഗ്രഹം ഭഗവാൻ എനിക്ക് തരണേ. ഇവിടുത്തെ നിവേദ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിവേദ്യമാണ് തുലാപായസം എന്ന് പറയുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള കൂട്ടിലുള്ള ശർക്കര ചേർത്ത് കൂട്ടിലുള്ള ഒരു പ്രത്യേക അളവിൽ തയ്യാറാക്കുന്ന ദേവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു നിവേദ്യമാണ് തുലാപായസം എന്ന് പറയുന്നത്. മുമ്പൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസത്തിലോ 5 6 തുലാപായസമൊക്കെ വഴിപാടുള്ളതാണ്. ഇപ്പം നിത്യേന എന്ന് പറഞ്ഞ മുറത്തുള്ള വഴിപാടായിട്ട് നിത്യവും അത് നടക്കുന്നുണ്ട്.